രണ്ടു വഴികളിൽ വന്നവരായിരുന്നു. വഴിയിൽ കണ്ടുമുട്ടി. ലക്ഷ്യം തെറ്റി അലയുകയായിരുന്നു താറാവും കൂട്ടരും, കൂടെ കുഞ്ഞുങ്ങളും. വിശപ്പും ദാഹവും എനിക്കുമുണ്ട്. ഈ കൂട്ടത്തിൽ ഒന്നിനെ എനിക്ക് ആഹാരമാക്കാമായിരുന്നു. പക്ഷേ ദുർബലരായ ജീവികളാണ്. അവന്റെ മനസ്സിൽ സഹതാപം ഉയർന്നു വന്നു. അവൻ ആ താറാക്കൂട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു. അവർ വിശപ്പും ദാഹവും കാരണം അതിനുള്ള വഴികൾ തേടി അലയുകയാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ അവൻ മുന്നിൽ നിന്ന് അവരെ നയിച്ചു. പെട്ടെന്നാണ് വഴിയിൽ ഒരു അപകടം കണ്ടത്. അവൻ ഉടനെ ആ വഴി ഉപേക്ഷിച്ച് തിരിഞ്ഞോടി. പക്ഷെ അവന്റെ പിന്നിലുണ്ടായിരുന്ന ഈ താറാക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചില്ല. അവർ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. അവർ മുന്നോട്ട് തന്നെ യാത്രയായി. തുടർന്ന് അവർക്കും ആ അപകടം ബോധ്യമായി. അവർക്കും ആ വഴിയിൽ അപകടം പതിയിരിക്കുന്നത് മനസ്സിലായി. പിന്നീട് അവർ അന്വേഷിച്ചത് അവരെ മുന്നേ നയിച്ച അവരുടെ നായകൻ എങ്ങോട്ട് പോയി എന്നാണ്. അപ്പോൾ നായകൻ തിരിഞ്ഞോടി അതേ വഴിയിലൂടെ അവരും ഓടി. അവർ തങ്ങളുടെ നായകൻ തിരിഞ്ഞോടിയ വഴിയെ അവരും ഓടി. ഈ താറാക്കൂട്ടങ്ങളെയും കാത്ത് അവരുടെ നായകൻ അവിടെ വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. താറാക്കൂട്ടങ്ങൾ സമീപത്ത് വന്നപ്പോൾ വീണ്ടും അവർ യാത്ര തുടർന്നു. അവരുടെ ലക്ഷ്യം അവരുടെ വിശപ്പും ദാഹവും അടക്കുക എന്നുള്ളതാണ്. ഇതേ ലക്ഷ്യം തന്നെ ആയിരുന്നു അവരുടെ നായകനും. പക്ഷെ ഒരു യഥാർത്ഥ നായകൻ എന്ന നിലയിൽ ആ നായകന്റെ പിന്നിലുള്ള കൂട്ടങ്ങളെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന ചുമതലയായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവരെ സമാശ്വസിപ്പിക്കുകയും കൂടെ ചേർത്ത് നിർത്തുകയും മുന്നോട്ട് സഞ്ചരിക്കുകയും മുന്നോട്ടുള്ള യാത്രയിൽ അവർക്കൊരു ശക്തിയും പിൻബലവുമായി തീരുകയും ചെയ്തു. അവസാനം അവർ ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നായകന് തന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ സൂചന ലഭിച്ചു. നായകന് തന്റെ ലക്ഷ്യം പ്രാപിക്കുന്നതിനുള്ള സൂചനകൾ ലഭിച്ചു. അവൻ അവരെ ആശ്വസിപ്പിച്ചു. അവൻ അവരുമായി ആ സന്തോഷം പങ്കിട്ടു. അങ്ങനെ വീണ്ടും അവർ മുന്നോട്ട് യാത്രയായപ്പോൾ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവർ എത്തിച്ചേരുകയും ചെയ്തു. തന്നെ അനുഗമിച്ച ഈ പാവങ്ങൾ അവരുടെ വിശപ്പും ദാഹവും ശമിക്കുന്നത് കണ്ടപ്പോൾ അവന് ആത്മനിർവൃതി ഉണ്ടായി. അങ്ങനെ അവരുടെ ആനന്ദം കണ്ട് അവന്റെ മനസ്സും ആനന്ദിച്ചു. ഇതാണ് ഒരു യഥാർത്ഥ നായകന്റെ ചുമതല. തന്നെ വിശ്വസിച്ച് തന്നെ അനുഗമിക്കുന്ന സംഘത്തെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ നിന്ന് നയിക്കുകയും അവരുടെ ലക്ഷ്യം തന്റെ ലക്ഷ്യവുമായി തീരുകയും ആ ലക്ഷ്യം പ്രാപിക്കുന്നത് വരെയും അവരുടെ മുന്നേ നിന്ന് അധ്വാനിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ നായകന്റെ മുഖമാണ് ഇവിടെ ഈ പൂച്ചക്കുഞ്ഞിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവന് വെച്ചു നീട്ടിയ ആഹാരം അവൻ തൽക്കാലം തിരസ്കരിച്ചു. തന്റെ കൂടെ ഉള്ളവർ വിശപ്പും ദാഹവും അടക്കിയതിനു ശേഷം മതി തനിക്കുള്ള ആഹാരം എന്ന മട്ടിൽ അവൻ ആ ആഹാരം നിഷേധിച്ചു. ഇതാണ് ഒരു യഥാർത്ഥ നായകന്റെ മുഖം. തന്നെ വിശ്വസിച്ച് നായകസ്ഥാനത്ത് അവരോധിച്ച ജനങ്ങളുടെ നന്മയും ക്ഷേമവും അവരുടെ ലക്ഷ്യപ്രാപ്തിക്കുള്ള ഊർജവും പ്രതീക്ഷയും നൽകുന്നത് മുന്നേ നയിക്കുന്ന യഥാർത്ഥ നായകന്റെ കർത്തവ്യമാണ്.